ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ലോകത്തിലും നമ്മുടെ ഇന്ത്യയിലും എന്തിന് കേരളത്തിൽ പോലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മതത്തിന്റെ ചരിത്രവും അതെങ്ങനെ നമ്മളിൽ സ്വാധീനിച്ചു എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിക്ക ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് AD 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മക്കയിലും മദീനയിലും മുഹമ്മദിന്റെ ദൗത്യത്തോടെയാണ് ഇസ്ലാമിന്റെ ചരിത്രം ഉത്ഭവിച്ചത് എന്നാണ്. എന്നിരുന്നാലും മുസ്ലിങ്ങൾ ഈ സമയത്തെ ആദം, നോഹ, അബ്രഹാം, മോശ, ദാവീദ്, സോളമൻ, യേശു തുടങ്ങിയ അബ്രഹാമിക് പ്രവാചകന്മാർ കൈമാറിയ യഥാർത്ഥ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവായി കണക്കാക്കുന്നു. മുഹമ്മദിന്റെ സന്ദേശം അനുയായികളെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ ഉന്നതരിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ശത്രുതയും പീഡനവും അദ്ദേഹം നേരിട്ടു. മുഹമ്മദ് മരിച്ചപ്പോൾ ഏകദേശം CE 632 ആയപ്പോഴേക്കും അറേബ്യൻ ഉപദ്വീപിലെ മിക്കവാറും എല്ലാ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു. ആദ്യകാല മുസ്ലിം വിജയങ്ങളാണ് ഇസ്ലാമിന്റെ വ്യാപനത്തിന് കാരണമായത്. ഇസ്ലാമിക സുവർണ കാലഘട്ടം നിരവധി സംസ്കാരത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കേന്ദ്രങ്ങൾക്ക് ജന്മം നൽകുകയും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായ ബഹുമുഖ പണ്ഡിതർ, ജ്യോതിശാസ്ത്രജ്ഞർ, ഗണിതശാസ്ത്രജ്ഞർ, വൈദ്യന്മാർ, തത്വചിന്തകന്മാർ എന്നിവരെ സൃഷ്ടിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മുസ്ലിം ലോകത്തിന്റെ ഭൂരിഭാഗവും യൂറോപ്യൻ മഹാശക്തികളുടെ സ്വാധീനത്തിലോ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ ആയി. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യം നേടുന്നതിനും ആധുനിക ദേശീയ രാഷ്ട്രീയങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അവരുടെ ചില ശ്രമങ്ങൾ ഇന്നും പ്രതിധ്വനിക്കുന്നു. എണ്ണക്കുതിച്ചുചാട്ടം ഗൾഫ് സഹകരണ കൗൺസിലിലെ അറബ് രാജ്യങ്ങളെ സ്ഥിരപ്പെടുത്തി. മുതലാളിത്തം, സ്വാതന്ത്ര്യ വ്യാപാരം, ടൂറിസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരും കയറ്റുമതിക്കാരുമായി അവരെ മാറ്റി. മധ്യപൂർവേഷ്യയിലെ പുരാതന കാലത്തെ ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും മതപരവുമായ പശ്ചാത്തലത്തിലാണ് ആദ്യകാല ഇസ്ലാം ഉടലെടുത്തത്. ഒരുപാട് സംഘർഷങ്ങൾക്കും ഒരുപാട് പീഡനങ്ങൾക്കുമിടയിൽ ഇസ്ലാം മതവും ജനങ്ങൾക്കിടയിൽ വേരൂന്നി. ഇന്ന് പ്രബലമായ ശക്തിയുള്ള മതമായി ഇസ്ലാം മാറിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.